ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം അടുക്കളത്തോട്ടവും അതുപോലെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമായപ്പോഴത്തേനും നമുക്ക് ഡയറക്റ്റ് പച്ച ചാണകമൊന്നും ചെടിയുടെ ചുവട്ടിക്കൊണ്ടിടാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവും അതുപോലെ തന്നെ ചെടി നല്ലതായിട്ട് തഴച്ച് വളരുന്നതിലും നല്ല ആരോഗ്യത്തോടെ വളരുന്നതിനും എല്ലാം സഹായിക്കുന്ന ഒരു വളക്കൂട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഇതേ കണ്ടോ, നമ്മളിവിടെ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്ന വളമാണ് ഇതേണ്ടത്. ഇത് കണ്ടോ, ഈ വളം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പച്ച ചാണകം കലക്കി വെച്ചിരിക്കുന്നത് പോലെ ഇരിപ്പുണ്ട് കണ്ടോ. അപ്പം ഇതുപോലെ നല്ല എഫക്റ്റീവായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ വളം ഒന്നെടുത്ത് കാണിക്കാവേ. ഞാൻ അതിൻ്റെ തെളി എടുക്കുവാണേ. കണ്ടോ, ഇത് നമ്മൾ 5 ഇരട്ടി വെള്ളം കൂടി ചേർത്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മൾ മഴയില്ലാത്ത സമയം നോക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ചെടിയിൽ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുകയാണ്. ഡൈലൂട്ട് ഈ പറഞ്ഞ പോലെ 5 ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടശല്യത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നതിന് നമുക്ക് പറ്റുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം തിരഞ്ഞെടുക്കണം. നമുക്ക് എത്രയും വളമാണോ ആവശ്യം. ഇപ്പോൾ ഒരുപാട് കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ വീപ്പയൊക്കെ തിരഞ്ഞെടുക്കുക. അത് കുറച്ച് കൃഷിയേ ഉള്ളൂ. അടുക്കളത്തോട്ടത്തിലോട്ട് ആവശ്യമുള്ളതാണെങ്കിൽ ഇതുപോലെ ഒരു ബക്കറ്റ് മതിയാവും. ഞാൻ 1-2 ചെടികൾ പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെയും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചിലയാണ്. ഇത് ധൃതരാഷ്ട്ര പച്ച എന്നാണ് നമ്മുടെ ഇവിടേക്ക് ഇതിന് പറയുന്നത്. ഇതൊരു ചെടിയിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ചെടിയെ മൊത്തത്തിൽ നശിപ്പിച്ച്, ഇത് കണ്ടോ, ഈ വള്ളി ചുറ്റി ആ ചെടിയെ മൊത്തം നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇതിനെ ധൃതരാഷ്ട്ര പച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് 8% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. വളരെയധികം നമ്മുടെ പറമ്പിലൊക്കെ എപ്പോഴും കാണപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ പറമ്പിലൊക്കെ ഇത് ധാരാളം ഒരു വളവും കൊടുക്കാതെ കയറി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണം നമ്മുടെ മണ്ണിലുള്ള മൊത്തം വളങ്ങളെയും വലിച്ചെടുത്ത് ഇതിനെ സംഭരിച്ച് വെക്കാനുള്ളൊരു കഴിവുണ്ട്. ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇത് കളക്ട് ചെയ്യാറുണ്ട്. ഇതിനകത്ത് 8% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഇപ്പോൾ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല എഫക്റ്റ് തരുന്ന ഒരെണ്ണമാണ്. പൊട്ടാസ്യം കായ്കൾ കൂടുതൽ ഉണ്ടാകുന്നതിനും വലിപ്പമുള്ള കായ്കൾ വരുന്നതിനും ചെടിയിൽ നല്ല രീതിയിൽ തന്നെ തഴച്ചു വളരുന്നതിനും ഉള്ള നൈട്രജനും എല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം നൈട്രജൻ, അതായത് നമ്മുടെ പച്ച ചാണകത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു ഗുണമാണ് നമ്മളുടെ ശീമക്കൊന്ന എന്നറിയപ്പെടുന്നത്. ഇപ്പം നിങ്ങളുടെ ഈ ശീമക്കൊന്ന ഇല്ലെങ്കിൽ നമുക്കൊക്കെ കണിക്കൊന്ന എന്ന് പറയുന്നൊരു ചെടി എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഇലയും ഇതിൻ്റെ അതേ ഗുണം തരുന്നതാണ്. അപ്പം ഇതും രണ്ടും നമ്മളിട്ടു. അപ്പോൾ ഈ ചെടികളൊന്നും നിങ്ങളുടെ നാട്ടിലില്ല എങ്കിൽ മുറ്റത്ത് നമ്മൾ ഈ മഴ വരുമ്പോഴത്തേനും ഒരുപാട് പുല്ലൊക്കെ കിളുത്ത് വരത്തില്ലേ, ആ പുല്ലുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അത് കൊത്തി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പണ്ട് കാലത്ത് കർഷകർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വളങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലത്. ചുറ്റികയൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു കല്ലിലൊക്കെ വെച്ച് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നല്ല വളമായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ദിവസം തൊട്ട് 7 ദിവസം വരെ വെച്ച് ഇതിനെ പുളിപ്പിക്കാം. അപ്പോൾ പുളിപ്പിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ നെകക്കെ വെള്ളം ഒഴിക്കും. ഇതിൽ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ ധാരാളം സൂക്ഷ്മജീവികൾ വർക്ക് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒരു വളത്തിൻ്റെ എഫക്റ്റിലോട്ട് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫെർമെൻറ്റ് ചെയ്യുന്നതിന്, പുളിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഘടകങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടെ വീട്ടിൽ ഒരു തേങ്ങാവെള്ളമാണ്. ഇത് പുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഫെർമെൻറ്റ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ജീവാണുക്കളുണ്ട്. നല്ല ജീവാണുക്കൾ, ചെടിയുടെ ആരോഗ്യത്തിനും മണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഉപയോഗപ്രദമാകുന്ന ജീവാണുക്കളുണ്ട്. ഇത് വിഘടിച്ച് നല്ല രീതിയിൽ എഫക്റ്റിലുള്ള വളമാകും. പിന്നെ പലരുടെയും ഒരു പരാതിയാണ്, നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൽ ഒരുപാട് പുഴുക്കൾ ഉണ്ടാകുന്നതാണ്. ആ പുഴുക്കൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇവിടെ കണ്ടോ, വേപ്പിൻ പിണ്ണാക്ക് എടുക്കുമ്പോൾ ഉണങ്ങിയ കൈ കൊണ്ട് എടുക്കണേ.
ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ പുഴുക്കൾ ഉണ്ടാകത്തില്ല, കൊതുകും ഉണ്ടാകത്തില്ല. കൊതുക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇതിനെ പുറത്ത് ഒരു കവർ ഇട്ടിട്ട് കെട്ടി വെക്കണം. അപ്പോൾ കൊതുക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടത് കൊണ്ട് തന്നെ ഇതിനകത്ത് പുഴുക്കളും ഉണ്ടാകത്തില്ല. എന്നിട്ട് എല്ലാ ദിവസവും 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരേ രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്കൊരു 4 ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നല്ല രീതിയിലുള്ള വളമായിട്ട് കിട്ടും. 4 തൊട്ട് 7 ദിവസം വരെ വെക്കാം. നല്ല രീതിയിലൊരു ബാഡ് സ്മെല്ല് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പുതിയതാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരേ സംഭവത്തിൽ തന്നെ കുറേ കാലമായിട്ട് നമ്മൾ വളം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് അത് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് അടുത്ത പ്രാവശ്യം ആവശ്യമുള്ളപ്പോഴത്തേനും നമുക്ക് അടുത്തത് ഉണ്ടാക്കിയാൽ മതിയാവും. പണ്ട് കാലത്തെ കൃഷികൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഇതിനെ അങ്ങനെ മാറ്റത്തൊന്നുമില്ല. എത്ര സ്മെല്ലാണെങ്കിലും വലിയ പാത്രത്തിനകത്താക്കി ഇതുപോലെ വെച്ച് ആവശ്യാനുസരണം അവർക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മിക്ക ചെടിക്കും കൊടുക്കേണ്ടി വരും. ഈ ഒരു വളം മാത്രം കൊടുത്തും ഇടയ്ക്ക് ഇച്ചിരി എല്ലുപൊടിയും ഇട്ട് കൊടുത്തുമായിരുന്നു അന്ന് എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ രാസവളങ്ങളൊന്നും ആരും പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു വളമാണ്. ഇനി ഇതിൻ്റെ ഉപയോഗക്രമം ഒന്നുകൂടെ പറയാം. ഇത് നല്ല രീതിയിൽ ആയി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു മഗ് നമ്മൾ മുകളിൽ നിന്ന് മുക്കി എടുക്കുക, അതിൻ്റെ തെളി മാത്രം എടുക്കുക. അതിനുശേഷം അതിൽ 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെടിയിലെ കീടാക്രമണം ഉണ്ടെങ്കിൽ ചെടിയിലൊന്ന് തളിച്ചും കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.